നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? അള്ളാഹു നമ്മളെ കൂടല്ലേ? അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാവാൻ, അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കാൻ നമ്മളെ ജീവിതത്തിൽ 8 കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. 8 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഏതാണ് ആ 8 കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ, നമ്മളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞ് ഒരു അൽഹംദുലില്ലാ പറഞ്ഞാണി. ആ അൽഹംദുലില്ലാ കമന്റിൽ ഒന്ന് എഴുതി വിടൂ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നാം എന്തിനാണ് വിഷമിക്കുന്നത്? നാം എന്തിനാണ് സങ്കടപ്പെടുന്നത്? അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. നീ വിഷമിക്കണ്ടടോ, നീ സങ്കടപ്പെടണ്ടടോ, അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ട് എന്ന്. അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാകാൻ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നാം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യം വരൂല, പിന്നെ നമ്മൾ സങ്കടപ്പെടണ്ട. കാരണം അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാകും. ഈ പറയാൻ പോകുന്ന 8 കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിന്റെ സഹായവും നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയാൻ പോകുന്ന 8 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഉറപ്പിക്കാൻ കഴിയും അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. ഏതാണ് ഒന്നാമത്തെ കാര്യം? മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, എപ്പോഴും ദിക്റ് ചൊല്ലാനുള്ള മനസ്സ് നമ്മൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. എപ്പോഴും അള്ളാഹുവിനെ ഓർക്കാനുള്ള മനസ്സ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമ്മൾ വിഷമിക്കേണ്ടതില്ല, പിന്നെ നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു, ദിക്റുല്ലാഹ ദിക്റൻ കസീറ. നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം ഓർക്കുക, ധാരാളം ദിക്റ് ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക എന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ദിക്റൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർക്കൂ, എന്നെ ഓർക്കുന്നവരെ ഞാൻ ഓർക്കുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ നമ്മൾ എപ്പോഴും ഓർക്കുക, ധാരാളം ദിക്റുകൾ ചെല്ലുക. ദിക്റ് ചെല്ലാനുള്ള മനസ്സ് നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ മഹബത്ത്, അള്ളാഹുവിന്റെ ആ തിരുനോട്ടം, അള്ളാഹുവിന്റെ ആ റഹ്മത്ത് നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി നമ്മൾ ദിക്റ് ചെല്ലാത്ത ആളുകളാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എപ്പോഴും ദിക്റ് ചെല്ലാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക. നമുക്ക് അറിയുന്ന ഒരുപാട് ദിക്റുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റ്, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റ്. ഇങ്ങനെയുള്ള ദിക്റുകൾ ധാരാളം പറയുക. അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം മഹാന്മാര് പറയുന്നു, ഫർളായ കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധ ചെലുത്തുന്ന ആളായിരിക്കും. അഥവാ 5 വക്ത് നിസ്കാരം ഒരിക്കലും അവൻ ഖളാ ആക്കുകയില്ല. അതുപോലെ തന്നെ ഒരിക്കലും നോമ്പ് ഒഴിവാക്കുകയില്ല. കഴിവുള്ള ആളാണെങ്കിൽ ഹജ്ജ് ഒഴിവാക്കുകയില്ല. നിസ്കാരം അവന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി അവൻ കണക്കാക്കുകയാണ്. നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ഒരു പൊറുതികേട് അവനിക്ക് അനുഭവിക്കുകയാണ്. ഒരു ടെൻഷനായിരിക്കും. എന്റെ നിസ്കാരം ഖളാ ആകുമോ? എനിക്ക് നിസ്കരിക്കാൻ കഴിയുമോ? എന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമുക്കുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളത്. ഇനി നിസ്കരിക്കാൻ നമുക്ക് തോന്നുന്നില്ല, എപ്പോഴും നിസ്കാരം ഒരു പ്രയാസമായി നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഫഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഭക്തിയില്ലാത്ത, ഈമാനില്ലാത്ത ആളുകൾക്ക് നിസ്കരിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രയാസമായിരിക്കും, അതൊരു ഖനമായിരിക്കും. മഹാനായ നബി തങ്ങൾ പറഞ്ഞില്ലേ, വജുഇലതു ഖുർറത്തു ഐനി ഫിസ്സലാത്ത്. എനിക്ക് കൺകുളിർമയാകുന്നത്, എനിക്ക് ആനന്ദം ഉണ്ടാവുന്നത്, എനിക്ക് സന്തോഷം ലഭിക്കുന്നത് നിസ്കരിക്കുമ്പോഴാണ്. എന്നാൽ പല ആളുകളും നിസ്കരിക്കുമ്പോൾ വേഗം നിസ്കരിച്ച് നിസ്കാരം പൂർത്തിയാക്കുന്നതായി കാണാം. ശരിക്ക് ഫർള് അവൻ ഫാത്തിഹ സൂറത്ത് ഓതൂല, ശരിക്ക് തസ്ബീഹുകളൊന്നും ചൊല്ലൂല,
ശരിക്ക് അത്തഹിയാത്ത് ചൊല്ലൂല. അങ്ങനെ പെട്ടെന്ന് നിസ്കാരം പൂർത്തിയാക്കുന്ന ചില ആളുകളെ കാണാം. അവർക്ക് ഈമാൻ ഇല്ല എന്നുള്ളതാണ്, അവർക്ക് നിസ്കാരത്തിന്റെ ആ രസം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ മഹബത്ത് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ സഹായം ശരിക്കും അവനിക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഫർളായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാക്കാം അവർക്ക് അള്ളാഹുവിന്റെ മഹബത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, നന്മ ചെയ്യാനുള്ള ആഗ്രഹം വല്ലാത്ത ആഗ്രഹമായിരിക്കും. നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹം തോന്നുക, പാവപ്പെട്ടവരെ സഹായിക്കുക, കുടുംബ ബന്ധം പുലർത്തുക, അതുപോലെ തന്നെ അയൽവാസികളെ സ്നേഹിക്കുക, അധ്യാപകരെ ബഹുമാനിക്കുക, പണ്ഡിതന്മാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുക, പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുക, വീട്ടിലാണെങ്കിൽ ഉമ്മമാര് ജമാഅത്തായി നിസ്കരിക്കുക. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യമായിരിക്കും. നല്ല നല്ല കാര്യങ്ങൾക്ക് തടസ്സം വരുത്തുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ ഒഴിവാക്കുമെന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്. മഹാനവറുകൾ അസർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ജമാഅത്തിന് വരികയാണ്. അപ്പൊ ജമാഅത്തിന് വരുമ്പോ പള്ളിയിലേക്ക് വരുന്ന വഴിയിലാണ് മഹാനവറുകളുടെ ഈത്തപ്പനത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈത്തപ്പനത്തോട്ടത്തിലേക്കൊന്ന് കയറിയിട്ട് അവിടേക്കൊന്ന് സന്ദർശിച്ചിട്ട് മഹാനവറുകൾ പള്ളിയിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ പള്ളിയിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്. പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ മഹാനവറുകൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടല്ല റബ്ബേ എന്ന് വിചാരിച്ച് മഹാനവറുകൾ വല്ലാതെ സങ്കടപ്പെടുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, എന്റെ ജമാഅത്ത് നഷ്ടപ്പെടാനുള്ള കാരണം എന്റെ ഈത്തപ്പനത്തോട്ടമാണ്. ഞാൻ വരുന്ന വഴിയിൽ ജമാഅത്തിന് വരുന്ന സമയത്ത് ഈത്തപ്പനത്തോട്ടത്തിലേക്ക് കയറിയിരുന്നില്ലെങ്കിൽ എന്റെ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ ഈത്തപ്പനത്തോട്ടം ഇനി വേണ്ട, അത് പാവപ്പെട്ടവർക്ക് ഞാൻ സ്വതക്ക ചെയ്തിരിക്കുന്നു എന്ന് മഹാനവറുകൾ പറയാണ്. അപ്പൊ നന്മ ചെയ്യാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടാവുക, അത് അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചവർക്കേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മഹബത്ത് ലഭിക്കാൻ നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞില്ലേ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ നിങ്ങൾ പ്രിയം വെക്കുന്നുണ്ടെങ്കിൽ, ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുക എന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മുത്തുനബിയെ പിൻപറ്റുക, മുത്തുനബിയുടെ ചര്യ നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നമ്മളെ സ്നേഹിക്കും, അള്ളാഹുവിന്റെ സംരക്ഷണവും അള്ളാഹുവിന്റെ സഹായവും നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പൊ സുന്നത്തായ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ വർത്തിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലുക, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൈ വൃത്തിയാക്കുക, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയുക, അതുപോലെ തന്നെ ഇടത്തോട്ട് തുപ്പുക, വലത്തോട്ട് തുപ്പാതിരിക്കുക, മുമ്പിലേക്ക് തുപ്പാതിരിക്കുക. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ചര്യയിൽപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ ഓതുന്നതിന്റെ മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക, കുടുംബ ബന്ധം പുലർത്തുക, മാതാപിതാക്കളെ ആദരിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, വലിയവരെ സ്നേഹിക്കുക, വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരോട് കാരുണ്യം കാണിക്കുക. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ചര്യയിൽപ്പെട്ടതാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ചര്യ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ അള്ളാന്റെ സഹായം നമ്മൾക്ക് ലഭിക്കുള്ളൂ, അള്ളാഹുവിന്റെ മഹബത്ത് നമ്മൾക്ക് ലഭിക്കുള്ളൂ. നമ്മൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലി, ഒരുപാട് ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്തു, റസൂലുള്ള പറഞ്ഞത് ഒന്നും കേൾക്കുന്നില്ല, എപ്പോഴും മുടി പുറത്ത് കാട്ടി ഔറത്ത് വെളിവാക്കിയിട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രിയമുള്ളവരെ അള്ളാന്റെ സഹായം നമ്മൾക്ക് ഉണ്ടാകുക? അപ്പൊ അള്ളാന്റെ സഹായം ലഭിക്കാൻ മുത്തുനബിയുടെ ചര്യ പിൻപറ്റുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അഞ്ചാമത്തെ കാര്യം, സുന്നത്ത് നിസ്കാരങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. സുന്നത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. ആ സുന്നത്ത് നിസ്കാരം ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ്. തഹജ്ജുദ് നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ്. മുഅ്മിനീങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നുള്ളതാണ്. അതുപോലെ തന്നെ ളുഹ നിസ്കാരം ഉമ്മമാരെ ഒഴിവാക്കരുത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വിത്ർ നിസ്കാരം, അതുപോലെ തന്നെ റവാത്തിബ് നിസ്കാരങ്ങളുണ്ട്, 5 വക്ത് ഫർള് നിസ്കാരങ്ങളുണ്ടല്ലോ, ആ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം മുമ്പും ശേഷവും സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അതിനെ റവാത്തിബ് നിസ്കാരങ്ങൾ എന്നാ പറയാ. ആ റവാത്തിബ് നിസ്കാരം നമ്മളെ ജീവിതത്തിൽ പതിവാക്കേണ്ടതുണ്ട്.
റവാത്തീബ് നിസ്കാരം തറാവീഹിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ ഫർള് നിസ്കാരങ്ങളുടെ ന്യൂനതകൾ പരിഹരിക്കാനാണ് റവാത്തീബ് നിസ്കരിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ആ റവാത്തീബ് നിസ്കാരങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക. സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക. സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് റവാത്തീബ് നിസ്കരിക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ ളുഹറിന്റെ മുമ്പ് 2 റക്അത്ത്, ളുഹറിന്റെ ശേഷം 2 റക്അത്ത്. ഇത് ശക്തിയായ സുന്നത്തായ റവാത്തീബാണ്. ളുഹറിന്റെ മുമ്പ് 4 ഉണ്ട്, ളുഹറിന്റെ ശേഷം 4 ഉണ്ട്. അത് ശക്തിയായ റവാത്തീബ് അല്ല. ശക്തിയായ റവാത്തീബ് നിസ്കാരമെങ്കിലും ജീവിതത്തിൽ പതിവാക്കുക. അതേതൊക്കെയാണ്? ളുഹർ നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കാരം, ളുഹർ നിസ്കാരത്തിന്റെ ശേഷം 2 റക്അത്ത് നിസ്കാരം. ഇത് ശക്തിയായ സുന്നത്താണ്. അസറിന്റെ മുമ്പും ശേഷവും ശക്തിയായ റവാത്തീബ് സുന്നത്ത് നിസ്കാരം ഇല്ല. എങ്കിലും ശക്തിയില്ലാത്ത അസറിന്റെ മുമ്പുള്ള ആ 4 റക്അത്ത് റവാത്തീബ് നിസ്കാരം ജീവിതത്തിൽ പതിവാക്കുക. അതുപോലെ തന്നെ മഗ്രിബിന്റെ ശേഷം ശക്തിയായ റവാത്തീബ് നിസ്കാരമുണ്ട്. ഇശാ നിസ്കാരത്തിന്റെ ശേഷം ശക്തിയായ റവാത്തീബ് സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഉണ്ട്. ഇശാഇന്റെ മുമ്പും മഗ്രിബിന്റെ മുമ്പും ശക്തിയായ റവാത്തീബ് സുന്നത്ത് നിസ്കാരം ഇല്ല. അതുപോലെ തന്നെ സുബ്ഹിന്റെ മുമ്പ് ശക്തിയായ റവാത്തീബ് സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുക. അപ്പൊ ശക്തിയായ റവാത്തീബ് നിസ്കാരം 10 റക്അത്താണ്. ഇതെങ്കിലും ജീവിതത്തിൽ പതിവാക്കുക. ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ എഴുതി ചോദിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ, മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മഹബത്തും അള്ളാഹുവിന്റെ കാവലും നമ്മൾക്ക് ലഭിക്കുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 6ാമത്തെ കാര്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. ദുനിയാവിന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിച്ചത് കൊണ്ട് ഒരു നേട്ടവും ലഭിക്കാനില്ല. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നമ്മൾ പരസ്പരം സ്നേഹിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കുകയാണ്. പല ആളുകളും ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്. ഗൾഫിൽ നിന്ന് മൊബൈൽ ഫോൺ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, ഗൾഫിൽ നിന്ന് ഒരുപാട് ലേഗേജുകൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എത്ര കുടുംബക്കാരാണ് പരസ്പരം പിണങ്ങി നിൽക്കുന്നത്. പിന്നെ ആങ്ങളയോട് മിണ്ടുകയില്ല, പെങ്ങളോട് മിണ്ടുകയില്ല, ഉപ്പയോട് സംസാരിക്കൂല, കൂട്ടുകാരോട് മിണ്ടുകയില്ല. ഇതല്ല സ്നേഹം. അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കുക, നിസ്കരിക്കാൻ കൽപ്പിക്കുക, ഖുർആൻ ഓതാൻ പറയുക, ദിക്ർ ചെല്ലാൻ പറയുക, തിന്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ഉപദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊണ്ടുവന്നുകൊണ്ട് പരസ്പരം സ്നേഹിക്കുക. ഇങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കുകയാണ്. അവനെന്നെ കല്യാണത്തിന് ക്ഷണിച്ചില്ല, അവന്റെ വീട്ടിലെ മൗലൂദിന് വിളിച്ചിട്ടില്ല, അവന്റെ ഹൗസ് വാമിന് വിളിച്ചിട്ടില്ല, ഇനി ഞാൻ അവനോട് മിണ്ടൂല. ഇങ്ങനെ പറയുന്ന എത്ര ആളുകളുണ്ട്. ഇതെന്ത് സ്നേഹമാണ്? ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ സ്നേഹിച്ചു എന്നതുകൊണ്ട് ആഖിറത്തിൽ എന്ത് നേടാനാണ്? അള്ളാഹുവിന്റെ എന്ത് സഹായമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്? പക്ഷെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവിടെ അള്ളാഹിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. അള്ളാഹു പറഞ്ഞു, വജബത്ത് മഹബ്ബത്തി ലിൽ മുതഹാബീന ഫിയ്യാ, എന്റെ മാർഗത്തിൽ സ്നേഹിച്ചവർക്ക് എന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് നിർബന്ധമായും ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. വൽ മുതജാലിസീന ഫീഹാ, നമ്മൾ പരസ്പരം ഇരിക്കുന്ന സമയത്ത് അള്ളാഹിന്റെ മാർഗത്തിൽ ഇരിക്കുക, അള്ളാഹിനെ കുറിച്ച് പറയാൻ വേണ്ടി ഇരിക്കുക, ഖുർആനിനെ കുറിച്ച് പറയാൻ വേണ്ടി ഇരിക്കുക, ദീനിനെ കുറിച്ച് പറയാൻ വേണ്ടി ഇരിക്കുക. ഇനി നമ്മളെ അവസ്ഥ എന്താ? നമ്മൾ കുറച്ച് സ്ത്രീകൾ ഉമ്മമാർ ഒരുമിച്ച് കൂടിയാൽ, കുറച്ച് പുരുഷന്മാർ ഒരുമിച്ച് കൂടിയാൽ അവിടെ പിന്നെ മറ്റവന്റെ കുറ്റ പറയാ, ഗീബത്തും നമീമത്തും പറയാ. അവിടെ അള്ളാഹിനെ കുറിച്ചും പറയില്ല, ദീനിനെ കുറിച്ചും പറയില്ല. ഒരാളെ കുറ്റം ഇങ്ങനെ പറയാ, തോന്നിവാസം ഇങ്ങനെ പറയാ, ഹറാമായ കാര്യങ്ങൾ ഇങ്ങനെ പറയാ. പിന്നെ എങ്ങനെയാണ് പ്രിയമുള്ളവരെ അള്ളാഹിന്റെ മഹബത്ത് നമുക്ക് ലഭിക്കുക? അള്ളാഹിന്റെ സഹായം നമ്മൾക്ക് ലഭിക്കുക? അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ, നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ, ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ റഹ്മാനെ. 7ാമത്തെ കാര്യം ദുനിയാവിനോടുള്ള ആർത്തി ഒഴിവാക്കുക.
ദുനിയാവിനോടുള്ള വിരക്തിയാണ് സുഹൃദ്, ദുനിയാവിൽ പ്രപഞ്ച പരിത്യാഗമാണ് നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദുനിയാവെന്ന് പറയുന്നത് അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ്. ദുനിയാവ് ഇങ്ങനെ സമ്പാദിക്കുക, ഒരുപാട് പൈസ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്, ആഖിറത്തിലേക്ക് ഒന്നും സമ്പാദിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ഈ ദുനിയാവിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോകേണ്ടവരല്ലേ, അള്ളാന്റെ മുമ്പിലേക്ക് പോകേണ്ടവരല്ലേ. ഒരിക്കലും അവസാനിക്കാത്ത ലോകത്തേക്ക് നമ്മൾ പോകണം. ആ ഒരിക്കലും അവസാനിക്കാത്ത ലോകത്ത് ചെല്ലുമ്പോ ശാന്തിയും സമാധാനം ഉണ്ടാകണമെങ്കിൽ, സ്വർഗം ലഭിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ അധ്വാനിക്കണം. ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിച്ചാ പോരാ, ആഖിറത്തിലേക്ക് സമ്പാദിക്കണം, നിസ്കരിക്കണം, ദിക്ർ ചൊല്ലണം, അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, നീ ഒരു വഴിയാത്രക്കാരനെ പോലെയോ ഒരു വിദേശിയെ പോലെയോ ഈ ദുനിയാവിൽ ജീവിച്ചാൽ മതി. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വന്നു, കുറെ കാലം ഇവിടെ ജീവിച്ചു. അസ്രായിൽ അലൈഹിസ്സലാം നിന്റെ റൂഹിനെ പിടിക്കുമ്പോ ആഖിറത്തിലേക്ക് നീ യാത്ര പോകേണ്ടവനാണ്, അത് മറന്നു പോകണ്ട. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യനും മരണത്തിന്റെ രുചി അറിയുന്നുണ്ട്. എല്ലാവരും മരണത്തിന്റെ രുചി അറിയുന്നുള്ളതാണ്. മലക്കുകളും അമ്പിയാക്കളൊക്കെ വഫാത്തായി പോയിട്ടുണ്ട്, ഔലിയാക്കളൊക്കെ വഫാത്തായി കൊണ്ടിരിക്കുന്നുണ്ട്, പണ്ഡിതന്മാരൊക്കെ വഫാത്തായി പോയി. അപ്പൊ സാധുക്കളായ സാധാരണക്കാരായ നമ്മളും ആ മരണത്തിന്റെ രുചി അറിയും. മരിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഒരുപാട് അമലുകൾ വേണം. അപ്പൊ ദുനിയാവിനോടുള്ള ആഗ്രഹം കുറക്കുക, ദുനിയാവിനോടുള്ള ആർത്തി കുറച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കും. പിന്നെ നമ്മൾ ഭയക്കേണ്ടതില്ല, ഒരാളെയും പേടിക്കേണ്ടതില്ല, ടെൻഷൻ എടുത്ത് ജീവിക്കേണ്ടതില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട എട്ടാമത്തെ ഒരു കാര്യമുണ്ട്, ഖുർആനുമായി ബന്ധപ്പെടുക. അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ ഏറ്റവും നല്ലത് ഖുർആനുമായി ബന്ധപ്പെടുക, അള്ളാഹുവിന്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെടുക, അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. ഒരു സ്വഹാബി നിസ്കരിക്കുമ്പോഴൊക്കെ സൂറത്ത് ഓതുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് മാത്രമേ പാരായണം ചെയ്യുള്ളൂ. ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ സൂറത്തോതിൽ സുന്നത്താണല്ലോ. അപ്പൊ ഒരു സഹാബി എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് മാത്രമേ പാരായണം ചെയ്യുള്ളൂ. 4 റക്അത്ത് ഉണ്ടെങ്കിൽ 4 റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസേ ഓതുള്ളൂ. 2 റക്അത്താണെങ്കിൽ 2 റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസേ ഓതുള്ളൂ. അപ്പൊ ഈ സഹാബിയോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത് എന്ന്. ആ സഹാബി പറഞ്ഞു, എനിക്ക് സൂറത്തുൽ ഇഖ്ലാസിനോട് വല്ലാത്ത പ്രേമമാണ്, എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത് വല്ലാത്ത ഇഷ്ടമാണ്. അതിന്റെ റീസൺ, അതിന്റെ കാരണം ചോദിച്ചപ്പോ ആ സഹാബി പറഞ്ഞത് ഇങ്ങനെയാണ്, സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹുവിന്റെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്, അള്ളാഹുവിന്റെ ഒരുപാട് പേരുകൾ, അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മുകൾ, വിശേഷണങ്ങളാണല്ലോ, തൗഹീദാണല്ലോ സൂറത്തുൽ ഇഖ്ലാസിൽ പറയുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസിനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടം. അല്ലെ, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു സമദ്, അല്ലാഹു അന്യാശ്രയമില്ലാത്തവനാണ്, ഒരാളെയും ആശ്രയിച്ച് ജീവിക്കാത്തവനാണ്, അവനിക്ക് മക്കളില്ല, അവനിക്ക് മാതാപിതാക്കളില്ല. ഇതൊക്കെയാണ് സൂറത്തുൽ ഇഖ്ലാസിൽ പറയുന്നത്, അള്ളാന്റെ വിശേഷണങ്ങളാണ്. അതാണ് ആ സഹാബി സൂറത്തുൽ ഇഖ്ലാസിനെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണമെന്ന് പറഞ്ഞപ്പോ സഹാബിമാരോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബുഹു, നിങ്ങൾ ആ സഹാബിയോട് പറഞ്ഞോളീൻ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടാൻ നമ്മൾ ചെയ്യേണ്ടത് ഖുർആൻ ഓതുക, സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം പാരായണം ചെയ്യുക, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറയുന്ന അസ്മാഉൽ ഹുസ്ന എപ്പോഴും ചൊല്ലുക, അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിച്ച് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവേ, ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആളുകളുണ്ട്, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ, സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.